നടൻ ദേവൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വീണ്ടും രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് പത്രത്തിൽ കണ്ട പ്രധാന വാർത്ത. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഇനി പുതിയൊരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത്. നടൻ ദേവനെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്, നടൻ ദേവൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്ന് തോന്നുന്നു. തൻ്റെ ജനങ്ങളെ സഹായിക്കണം എന്ന് തോന്നുന്നു. സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു സിനിമാ നടനും സാധാരണ ഇതിൽ ചെയ്യാറില്ല. കഴിയുന്നത്ര വലിയ പ്രതിഫലം വാങ്ങിക്കുക, അതുപയോഗിച്ച് എവിടെയെങ്കിലും നന്നായിട്ട് നിക്ഷേപം നടത്തുക, ശിഷ്ടകാലം അതുപയോഗിച്ച് പരമസുഖമായിട്ട് താമസിക്കുക. പിന്നെ ആ സിനിമാ താരം എന്നുള്ള നിലയിൽ വിലസപ്പോൾ കിട്ടുന്ന ജനകീയ അംഗീകാരം പരമാവധി ആസ്വദിക്കുക. ഇതിനപ്പുറം ചിന്തിക്കുന്ന സിനിമാ നടന്മാർ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. വ്യത്യസ്തമായ പാതയിൽ ചിന്തിച്ച എം ജി രാമചന്ദ്രനും ജയലളിതയ്ക്കും എൻ ടി രാമറാവുവിനും ഒക്കെ അവരുടേതായ നേട്ടം അവരുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവരുടെ സ്വഭാവ രീതികളും അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളും ഒക്കെ കൊണ്ട് സംഭവിച്ച ചില കാര്യങ്ങളാണ്. ഇവിടെ നടൻ ദേവൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. എൻ്റെ ചില നിരീക്ഷണങ്ങൾ, നടൻ ദേവൻ്റെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പുതുതായിട്ട് രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പാർട്ടിക്കുമൊക്കെ കേരളം വളക്കൂറുള്ളൊരു മണ്ണാണോ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നടൻ ദേവൻ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് 2004 ആ പാർട്ടിയുടെ പേര് കേരള പീപ്പിൾസ് പാർട്ടി എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പാർട്ടിയുടെ പേരത്ര ശരിയല്ല, കേരള പീപ്പിൾസ് പാർട്ടി KPP അത്ര നല്ലൊരു പേരല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊന്ന് നവീകരിച്ചിട്ട് നവകേരള പീപ്പിൾസ് പാർട്ടിയാക്കി, NKPP എന്ന പാർട്ടിയുടെ പേരും മാറ്റി സ്ഥാപിച്ചു. ഞാൻ വളരെ ആകസ്മികമായിട്ട് ഒരിക്കൽ അദ്ദേഹത്തിന് ഈ നവകേരള പാർട്ടി പ്രവർത്തനവുമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒന്ന് ആകസ്മികമായി സന്ദർശിക്കാൻ ഇട ലഭിച്ചു. എൻ്റെ ചില സുഹൃത്തുക്കൾ അറേഞ്ച് ചെയ്ത ഒരു സന്ദർശനം മാത്രമായിരുന്നു അത്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നടൻ ദേവൻ ഒരു സിനിമാ രംഗത്തേക്ക് വന്ന് അദ്ദേഹം എന്തൊക്കെയാണ് ഈ രംഗത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കേരള സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, കേരളം നേരിടുന്ന വികസന പ്രതിസന്ധികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്, നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതിനോടൊക്കെ അദ്ദേഹത്തിന് യോജിപ്പും ഉള്ളത്, ഇതൊക്കെ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാനാണ് ഞാൻ പോയത്. വളരെ ഹാർദവമായി അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്തു. നല്ല സംസ്കാരമുള്ള, നല്ല കുലീനത്വമുള്ള, കാണാൻ നല്ല സുഭകനായ ഒരു യുവാവാണ് ശ്രീ ദേവൻ എന്നാണ് എനിക്ക് തോന്നിയതും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയും കൊണ്ട്. അദ്ദേഹം പാർട്ടി ഓഫീസിലുള്ള ചില ആളുകളെ കൂടെ വിളിച്ചു ഇരുത്തി ഞങ്ങളുമായിട്ട് സംസാരിച്ചു. എന്തായാലും തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നടൻ ദേവൻ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പാർട്ടിയിലെ ഈ നവകേരള പീപ്പിൾസ് പാർട്ടിയിലെ ഭാരവാഹികൾക്കാർക്കും തന്നെ കേരള രാഷ്ട്രീയം അങ്ങാടിയാണോ പച്ചമരുന്നാണോ എന്ന് യാതൊരു ധാരണയില്ല. അവർക്കെങ്ങും ഈ പാർട്ടിയെ എവിടെയും എത്തിക്കാൻ കഴിയില്ല. അത്തരം ചില സ്വപ്നജീവികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ നവകേരള പീപ്പിൾസ് പാർട്ടി എന്നാണ് എനിക്ക് തോന്നിയത്. അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് പിന്നീടത് തെളിയുകയും ചെയ്തു. 2021 അദ്ദേഹം പാർട്ടി പിരിച്ചുവിട്ടു. ഭാരതീയ ജനതാ പാർട്ടിയിൽ അദ്ദേഹം അംഗമായിട്ട് മാറുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ വളരെ മാന്യമായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിനെ സ്വീകരിച്ചു, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാക്കി. അങ്ങനെ 2021 പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നടൻ ദേവന് 2026 ആഗസ്റ്റ് മാസം 16 രാജിവെച്ചു. ഇതാണ് വാർത്ത. അദ്ദേഹം രാജി പ്രഖ്യാപിച്ചതിനും ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്ത വേദി കണിച്ചുകുളങ്ങരയിലാണ്. ആ വേദിയിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളും സന്നിഹിതരായിരുന്നു. ഒന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും മറ്റൊന്ന് BJP നേതാവായ ശ്രീ V രാധാകൃഷ്ണ മേനോനും. ഇവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം യോഗത്തിൽ സംസാരിച്ചതും അവസാനം BJP വിടുന്ന കാര്യങ്ങൾ പ്രഖ്യാപിച്ചതും. അപ്പോൾ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നി അദ്ദേഹം വളരെ അൺപ്രൊഫഷണലായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അദ്ദേഹം പാർട്ടി രൂപീകരിച്ചതിലും പാർട്ടി വിട്ടതിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ അൺപ്രൊഫഷണൽ സമീപനമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ കാര്യം, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ മാത്രം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിയില്ല. രണ്ട്, എല്ലാവരും സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. എല്ലാം കണ്ണൊഴിച്ച് ബാക്കി എല്ലാം സ്വർണ്ണമാക്കി തരാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അവർ സോഷ്യലിസം ഇപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് കേരളത്തിലെല്ലാം ഉള്ളത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. വല്ലതും ചെയ്യാൻ കഴിയുന്നു എന്ന് ബോധ്യമായ ഒരു തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനപ്പുറം പാർട്ടികളുടെ പ്രത്യയശാസ്ത്രത്തിലൊക്കെ ജനങ്ങൾക്കുള്ള വിശ്വാസം
താരതമ്യേന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ അങ്ങനെ സുഗമമായി പ്രവർത്തിക്കാനുള്ള ഇടം കിട്ടാനുള്ള സാധ്യത ബുദ്ധിമുട്ടാണ്. രണ്ട്, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, അതിനൊരു സാമുദായികമായ അടിത്തറയോ അല്ലെങ്കിൽ മതപരമായ പിന്തുണയോ വേണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരു പാർട്ടിയും കേരളത്തിലില്ല. അതാണ് വാസ്തവം. നമുക്കൊക്കെ ഭംഗിവാക്ക് പറയാം എന്നുള്ളതല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെ, ഏതെങ്കിലും ജാതിയുടെ അല്ലെങ്കിൽ ജാതികളുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ആ പിന്തുണ ആർജിക്കുന്നതിൽ സമർത്ഥന്മാരായ നേതാക്കന്മാർക്ക് പൊതുസമൂഹം അംഗീകാരം കൊടുക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്നിലൊക്കെ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ദേവനെ സംബന്ധിച്ചിടത്തോളം ദേവൻ്റെ പാർട്ടിക്ക് അത്തരം എന്തെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ പിന്തുണയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൃത്യമായൊരു പ്രവർത്തന പരിപാടിയും ലക്ഷ്യവും വേണം. അതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അക്കാര്യത്തിലും ആദ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ ദേവൻ പരാജയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലൊരു പാർട്ടി രൂപീകരിച്ച് നടപ്പിലാക്കുക, അത് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോടികൾ ചിലവുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ ജനകീയമായ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ, ബഹുജന അടിത്തറയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കാൻ അതുകൊണ്ടേ കഴിയുള്ളൂ. പ്രവർത്തിക്കണമെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ അനിവാര്യമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ രാജിവെച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനകത്തൊരു അൺപ്രൊഫഷണൽ സമീപനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ശ്രീ ദേവന് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം, അത്യാവശ്യമാണ്. അത് ജനങ്ങൾ ബോധ്യപ്പെടണമല്ലോ. ഒന്ന്, പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളോടുള്ള വിയോജിപ്പ്. BJPയുടെ പ്രഖ്യാപിത നിലപാടിനോട് അദ്ദേഹം വിയോജിക്കാൻ 370 വകുപ്പ് നടപ്പിലാക്കുന്നതിലോ അല്ലെങ്കിൽ ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിലോ അല്ലെങ്കിൽ SIR നടപ്പിലാക്കുന്നതിലോ വിദേശ നയത്തിലോ ഒക്കെ വിയോജിപ്പുണ്ടെങ്കിൽ ഈ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാർട്ടി വിടാം. അത് പാർട്ടിയുടെ നിലപാടുകളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ്. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാൽ അദ്ദേഹത്തിന് പാർട്ടി വിടാം. അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ, അതായത് പാർട്ടിയുടെ നിലപാടിനോട് അദ്ദേഹത്തിൻ്റെ യാതൊരു വിയോജിപ്പുമില്ല. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു ആരാധകനാണ്, മോദിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, BJPയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിയോജിപ്പുകളുടെ പേരിലാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അദ്ദേഹത്തിനെ ഈ തീരുമാനം, അതും ഈ കടുത്ത തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ BJPയിലെ ഒരു കൂട്ടായ്മ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള സ്പേസോ കൊടുക്കുന്ന കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു. അതൊരു ഫാക്റ്റാണ്. അത് നമ്മൾ വസ്തുത വിസ്മരിച്ചിട്ട് കാര്യമില്ല. BJPയുടെ സംസ്ഥാന നേതൃത്വം എന്നും അങ്ങനെയാണ്. കൊള്ളാവുന്ന ആരെയും പാർട്ടിയിൽ കൊണ്ടുവരാനോ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. അതെപ്പോഴും ഒരു ഗ്രൂപ്പ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നടത്താനാണ് ഓരോ നേതാവും ആഗ്രഹിക്കുന്നത്. ആ നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയായിട്ട് പ്രഖ്യാപിക്കും, മറ്റൊരു നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയാകും. BJP ഒരു ജനകീയ പാർട്ടിയാക്കാൻ സത്യത്തിൽ BJPയുടെ ഒരു നേതാവും ആഗ്രഹിച്ചിട്ടില്ല, അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയോടെ യോജിച്ചുകൊണ്ട് തന്നെ ശ്രീ ദേവന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം പാർട്ടി വിടുകയായിരുന്നില്ല ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പാർട്ടി വിടുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്യണമായിരുന്നു. പാർട്ടിക്കകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന പരമാവധി കാര്യം, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കുമായിരിക്കും. പുറത്താക്കട്ടെ, അത് പുറത്താകുമ്പോഴൊരു ചർച്ചാ വിഷയമാകും. അത് പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപീകരിക്കാൻ പോയാൽ അതിനൊരു സ്പേസ്, പരിമിതമാണെങ്കിലും അതിനൊരു സ്പേസ് കേരളത്തിൽ കിട്ടുമായിരുന്നു. അതിനു പകരം കണിച്ചുകുളങ്ങരയിലെ ഒരു പൊതുയോഗത്തിൽ വെച്ച് ആകസ്മികമായി രാജി പ്രഖ്യാപിച്ചു പോയതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രസിഡന്റിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പ്രസിഡന്റിൻ്റെ നിലപാടുകളോട് അതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അതിന് അദ്ദേഹത്തിന് പാർട്ടി വേദികൾ ഉപയോഗിക്കാമായിരുന്നു, പൊതുവേദികൾ ഉപയോഗിക്കാമായിരുന്നു, പത്രസമ്മേളനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു, പലതും ഉപയോഗിക്കാമായിരുന്നു. അതിന് കിട്ടുന്ന കവറേജ് വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ ജനങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ട് ദേവൻ അതിൻ്റെ സ്പേസ് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ അവർ ഇടം കൊടുക്കുന്നില്ല, എന്താണ് അദ്ദേഹത്തിൽ അവർ കാണുന്ന കുറ്റം. പാർട്ടിക്കകത്ത് നിന്നൊരു നേതാവ് ഫൈറ്റ് ചെയ്താൽ അദ്ദേഹത്തെ നേരിടുക പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം VS അച്യുതാനന്ദൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഏകശിലാരൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മഹാഭൂരിപക്ഷം പിണറായി വിജയനോടൊപ്പം നിന്നിട്ടും അച്യുതാനന്ദനെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. 2015 ആലപ്പുഴയിലെ പാർട്ടിയുടെ സംസ്ഥാന പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിസ്സാര കാര്യമാണ്, പാർട്ടി സമ്മേളനം ബഹിഷ്കരിച്ചു പോയി. തൊടാൻ കഴിഞ്ഞില്ല. കാരണം അച്യുതാനന്ദൻ്റെ ജനസമ്മതിയായിരുന്നു. അത്തരം ഒരു ജനസമ്മതിയുള്ളൊരു നേതാവൊന്നുമല്ല
ദേവൻ. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് താൻ BJPയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, BJPയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ നടൻ്റെ രാജി ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. കുറഞ്ഞ പക്ഷം അതൊരു ചർച്ചാ വിഷയമായി എങ്കിലും മാറുമായിരുന്നു. ഇനിയും അവസാനമായി എനിക്ക് പറയാനുള്ള അദ്ദേഹം എത്തിയ പാർട്ടിയാണ് തമിഴ് വെട്രിക്കഴകം. അത് തമിഴ്നാട്ടിലെ പാർട്ടിയാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഒരു സിനിമാ നടൻ രൂപീകരിച്ച പാർട്ടിയാണ്. ഈ സിനിമാ നടന്മാർ പൊതുവെ വികാരജീവികളാണ്. അപ്പോൾ വിജയും സത്യത്തിനൊരു വികാരജീവിയാണ്. അദ്ദേഹമാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. ഈ തമിഴ് വെട്രിക്കഴകം അധികാരത്തിൽ വരാൻ കാരണം വിജയ് ചെയ്ത മഹത്തായ സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനല്ല ഞാൻ. മറിച്ച് MK സ്റ്റാലിൻ്റെ അഴിമതി അതിൻ്റെ കൊടുമുടിയിൽ കൊടികുത്തി വാഴുകയായിരുന്നു. ഇത്രയും അഴിമതി നിറഞ്ഞൊരു ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത്രയും ധിക്കാരമുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിലും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ഇത്രയും കൊടിയ അഴിമതി കാണിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഒരിക്കലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അധികാരത്തിൽ വന്നിട്ടില്ല. ഉദയനിധി സ്റ്റാലിൻ എന്ന സ്റ്റാലിൻ്റെ മകന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചൊരു രൂപമായിരുന്നു. വളരെ സീനിയർ നേതാക്കന്മാരെ ഒതുക്കിയിരുത്തിക്കൊണ്ടാണ് അയാളെ ഉപമുഖ്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയാക്കാനും സ്റ്റാലിൻ ശ്രമിച്ചത്. എന്ന് പറയാൻ തമിഴ്നാട് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്താണ് എന്ന സ്റ്റാലിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് തമിഴ് ജനത കൊടുത്ത കനത്ത പ്രഹരമാണ് ആ തെരഞ്ഞെടുപ്പ് തോൽവി. സ്റ്റാലിൻ തന്നെ തോറ്റു. ഇനിയും DMKയ്ക്ക് തിരിച്ചു വരവ് അത്ര എളുപ്പമായ കാര്യമല്ല യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ. വിജയ് കുറഞ്ഞ ഒരു സമയം കൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പരിധി വരെ അത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തമിഴ് വെട്രിക്കഴകത്തിന് കേരളത്തിൽ എന്താണ് സ്പേസ്? തമിഴ് വെട്രിക്കഴകത്തിൽ കേരളത്തിൽ സ്പേസ് വേണമെങ്കിൽ കേരള കോൺഗ്രസിന് തമിഴ്നാട്ടിൽ സ്പേസ് വേണം. കേരള കോൺഗ്രസിന് എന്തെങ്കിലും പോയി തമിഴ്നാട്ടിലെ ഒരു ഘടകകക്ഷിയാകാൻ പറ്റുമോ? തമിഴന്മാരെ ആകർഷിക്കാൻ പറ്റുമോ? അപ്പോൾ തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ പേര് തന്നെ തമിഴിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ തമിഴന്മാർക്ക് വേണ്ടി തമിഴ് സംസ്കാരം നിലനിർത്താൻ അവിടുത്തെ ഒരു സിനിമാ താരം രൂപീകരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയി ചേർന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്ന് ദേവൻ എന്ത് അത്ഭുതമാണ് കേരളത്തിൽ നടത്താൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, നടൻ ദേവൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയിലും അദ്ദേഹത്തിൻ്റെ കുലീനമായ പെരുമാറ്റത്തിലും എനിക്ക് മതിപ്പുണ്ട്. പക്ഷേ തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിലെ സുഗമമായി പ്രവർത്തിക്കാൻ ഒരിടം കിട്ടുക അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവൻ്റെ ഈ നയം, ദേവൻ്റെ ഈ തീരുമാനം, ഇതൊക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുഴുവൻ, ഇനിയും പുതിയ പാർട്ടി രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ ഒരു പാഠമാണ്. ദേവൻ ഒരു പാഠപുസ്തകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾ അറിയുമെങ്കിലും ജനങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിലും അതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുക കേരളത്തിൽ എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.